എറണാകുളം ചെറായിൽ ഇന്നോവ കാറുമായി 16-കാരൻ പരാക്രമം നടത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അമിത വേഗതയിൽ ഓടിച്ച കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. ചെറായിൽ വയോധികയെയും സ്ത്രീയെയും വാഹനം ഇടിച്ചിട്ടു. ചെറായി മുതൽ എടവനക്കാട് വരെയാണ് വാഹനം അപകടമുണ്ടാക്കിയത്. നാട്ടുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ പോയ വാഹനം പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ വയോധികയുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഒരു കൗമാരക്കാരനാണ് ഈ രീതിയിൽ പരാക്രമം കാട്ടിയത്. ഏത് വാഹനം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്? ആ സമയത്ത് വാഹനങ്ങളിൽ ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം? ടോം, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വാഹനം ഓടിക്കാൻ അറിയാത്ത ഒരാൾ തന്നെയാണ് ആ ഡ്രൈവിംഗ് സീറ്റിലുള്ളതെന്ന്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ആ റോഡിൽ എന്തൊക്കെ പരാക്രമമാണ് ആ 16 വയസ്സുകാരൻ ചെയ്ത് കൂട്ടുന്നതെന്ന് ആ വാഹനം പോയ CCTV-കളിലെല്ലാം തന്നെ കൃത്യമായി തെളിയുന്നുമുണ്ട്. അത് ഈ ചെറായി മുതൽ ഇടവനക്കാട് വരെയാണ് ഇത്തരത്തിൽ അലക്ഷ്യമായിട്ടുള്ള ഒരു വാഹനം ഓടിക്കൽ, അതും അമിത വേഗതയിലുള്ള ഒരു വാഹനം ഓടിക്കൽ സംഭവിച്ചിരിക്കുന്നത്. ചെറായിലെ CCTV ദൃശ്യങ്ങളിലാണ് ആദ്യമുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനം പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് ഇട്ട് റിവേഴ്സ് എടുത്ത് സമീപത്തുള്ള വാഹനങ്ങളെ, ഇരുചക്ര വാഹനങ്ങളെ ഒക്കെ ഇടിക്കാൻ പോകുന്ന തരത്തിലേക്ക് വാഹനം ഓടിക്കുന്നു. ആ സമയത്ത് തന്നെ ഒരു യുവാവ് അതിലേക്ക് ഓടിയെത്തി ആ വാഹനം തടയാൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും അത് വെട്ടിച്ചുകൊണ്ട് അമിത വേഗതയിൽ വീണ്ടും വാഹനം ഓടിക്കുന്നു. അതിന് തൊട്ടു മുന്നിലുള്ള ഇരുചക്ര വാഹനത്തെയും ഒരാളുമുണ്ട്, അയാളെയും ഇടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കും ചെറുതായി പരിക്കേറ്റിട്ടുണ്ട്. ചിലർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പിന്നീട് എടവനക്കാട് വരെയുള്ള സ്ഥലത്തെ CCTV-കളെല്ലാം പരിശോധിച്ചപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ യുവാവ് വാഹനം ഓടിച്ചത്, ഈ ചെറുപ്പക്കാരൻ വാഹനം ഓടിച്ചതെന്ന് മനസ്സിലാകുന്നു. നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഇങ്ങനെ അലക്ഷ്യമായി ആളുകളെ ഇടിച്ചിടുന്ന തരത്തിൽ, വാഹനങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കുന്ന തരത്തിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ ഈ ഭാഗത്തേക്ക് കടന്നു പോകുന്നുണ്ടെന്ന് വിവരം എടവനക്കാട് പോലീസിനെ അറിയിക്കുന്നുണ്ട്. പോലീസ് ഈ സ്ഥലത്തെ ഈ വാഹനത്തെ കേന്ദ്രീകരിച്ച് ഉടനെ നടത്തിയ പരിശോധനയിൽ തന്നെ വാഹനം പിടികൂടുകയും അതിൽ നിന്ന് 3 ചെറുപ്പക്കാരെയാണ് പിടികൂടിയത്. ഇതിൽ 16 വയസ്സുള്ള ഒരാളാണ്, ഒരു വിദ്യാർത്ഥിയാണ് വാഹനം ഓടിച്ചതെന്ന് മനസ്സിലായി. ഇയാൾ 16 വയസ്സ് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ പേര് വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല. ഒപ്പമുണ്ടായിരുന്ന 2 പേരും സുഹൃത്തുക്കളാണ്. അവരും 16 വയസ്സ് തന്നെ ഉള്ളവരാണെന്നാണ് മനസ്സിലാകുന്നത്. ഇവരെ 3 പേരെയും ഈ ക്രിസ്റ്റ വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്, നിരവധി കാൽനട യാത്രക്കാരെ ഇടിച്ചിട്ടത്, നിരവധി വാഹനങ്ങൾ ഇടിച്ചത്, ഇത് വീട്ടുകാരുടെ അറിവോടുകൂടിയായിരുന്നോ ഈ കുട്ടികൾ ഈ ഇന്നോവ കാറുമായി പുറത്തിറങ്ങിയത്? മാത്രമല്ല, ഒരുപക്ഷെ ഡ്രൈവിംഗ് അറിയില്ലാത്ത ഈ കുട്ടികൾ 16-കാരൻ എങ്ങനെയാണ് കാറ് വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പരിശോധിക്കണം. മാത്രമല്ല, ഇവർ ലഹരിയിലോ മറ്റോ ആയിരുന്നോ? ലഹരിയിലുള്ള ഒരു അഴിഞ്ഞാട്ടമായിരുന്നോ? പോലീസ് നൽകുന്ന അത്തരം എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ? പോലീസ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരറിയാതെ, മാതാപിതാക്കൾ അറിയാതെ ആയിരിക്കും വാഹനം എടുത്ത് ഇങ്ങനെ ഒരു പരാക്രമം കാണിച്ചതെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും എത്തി നിൽക്കുന്നത്. എന്തായാലും ആ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് നമ്മൾ SI-യുമായി ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹം പറഞ്ഞത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളെല്ലാം വഴിയെ അറിയിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാഹനം കായംകുളം രജിസ്ട്രേഷനാണ് ഇവർ താമസിക്കുന്നത്. ഈ 16-കാരൻ താമസിക്കുന്നത് അരൂരിലാണെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും മാതാപിതാക്കളെയും ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അല്ലെങ്കിൽ അവരെയും വിളിച്ചു വരുത്തും. ഈ പിതാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. കാരണം സ്വാഭാവികമായും അങ്ങനെയാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത്തരത്തിൽ വാഹനമെടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാതാപിതാക്കളുടെ ലൈസൻസ്, പിതാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്നതാണ് നിയമം. ഇവിടെയും സമാനമായ രീതിയിൽ പിതാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് അടക്കം കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ആ
ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ വ്യക്തത പോലീസാണ് വരുത്തേണ്ടത്. ഈ ഇത്രയും എങ്ങനെയാണ് ആദ്യ സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ദൃശ്യങ്ങൾ തന്നെ കാണാം, ആ വാഹനം കൃത്യമായി ഓടിക്കാൻ കഴിയാത്ത ഒരാൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പരിഭ്രാന്തപ്പെട്ടാണെങ്കിൽ പോലും പെട്ടെന്ന് വാഹനം നിർത്തി അധികൃതരെ വിളിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളെ വിളിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതല്ല, ഇടവനക്കാട് മുതൽ ചെറായി മുതൽ ഇടവനക്കാട് വരെ സമാനമായ രീതിയിൽ തന്നെയാണ് പരിഭ്രാന്തി പടർത്തിക്കൊണ്ട് ആളുകളെ. ആരോഗ്യനില ഗുരുതരമാണ്. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടോ? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത്, ഈ 16-കാരനെതിരെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? അതോ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ പിതാവിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുമോ? ഇതാരുടെ വാഹനമാണ്? ഈ 16-കാരൻ്റെ പിതാവിൻ്റെ വാഹനമാണോ ഈ അപകടം ഉണ്ടാക്കിയത്? അതെ, പിതാവിന്റെ വാഹനമാണെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കായംകുളം രജിസ്ട്രേഷൻ ആണ്. ഇവരിപ്പോൾ താമസിക്കുന്നത് അരൂരിലാണ് എന്ന് വിവരം കൂടി പോലീസ് പുറത്തുവിടുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക എന്നതായിരിക്കും അടുത്ത നടപടിയായി പോലീസ് സ്വീകരിക്കുക. ഈ പരിക്കേറ്റ വയോധികയുടെ നില അല്പ ഗുരുതരമാണെന്നാണ് പോലീസ് പറയുന്നത്. ആശുപത്രിയിൽ നിന്നും അങ്ങനെയാണ് പറയുന്നത്. അവരെയും ഇടിച്ചു തെറിപ്പിച്ചായിരുന്നു ഈ വാഹനം കടന്നുപോയത്. പിന്നീട് നിരവധി വാഹനങ്ങൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങളിലേക്കൊക്കെ ഇടിക്കുകയായിരുന്നു. ചില ആളുകൾ തലനാടിരക്കാണ് രക്ഷപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ വാഹനം പിടിച്ചു നിർത്തുന്ന ആളെ പോലും ഇടിക്കുന്ന രീതിയിലേക്കാണ് ആ വാഹനം ഓടിച്ചത്. ഇങ്ങനെ തലനാടിഴയ്ക്ക് നിരവധി പേർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യസമയത്ത് തന്നെ ഈ വാഹനം പിടിച്ചെടുത്തത് കൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി എന്ന് വേണമെങ്കിലും പറയാം. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.